Very good morning, dear students. So, in the last class, we have seen about causes of poverty. Okay, ഒരു പോവർട്ടി എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ വളർച്ചയെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ നാടിൻ്റെ വളർച്ചയെ ഇല്ലാതാക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് പോവർട്ടി. കാരണം പല തരത്തിലുള്ള ഹേർഡിൽസ് ഉണ്ട്. നമുക്കൊരു ഡെവലപ്മെൻറ്റ് ചിലപ്പോൾ എത്രയോ കഴിവുള്ള ആൾക്കാരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ കഴിവുള്ള ആൾക്കാരുടെ കഴിവ് തെളിയിക്കാനായിട്ട് അവർക്ക് അതിൻ്റേതായ അതർ ഫെസിലിറ്റീസ് അവൈലബിൾ അല്ല. ചില ആൾക്കാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ നല്ല നല്ല മിഷനറീസ് ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. പക്ഷേ അവർക്ക് എന്തിൻ്റെ ബുദ്ധിമുട്ടാണ്? അവർക്ക് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി, അതിന് അനുയോജ്യമായ ഒരു സ്ഥലം അല്ലെങ്കിൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽഡ് ലേബേഴ്സ്, ഇതിൻ്റെയൊക്കെ പല പോരായ്മകൾ കൊണ്ട് ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അവിടെ നടക്കുന്നില്ല. ഓക്കെ, അങ്ങനെ തന്നെയാണ് നമ്മുടെ എക്കണോമിയിൽ വരുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ ഈ പോവർട്ടി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നാടിൻ്റെ വളർച്ചയിൽ കുറവാണ് അവിടെ സംഭവിക്കുക. പക്ഷേ നമുക്ക് ആസ് പെർ ദി സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഇസ് ഇംപ്രൂവിങ് ആൻഡ് ദ പോവർട്ടി റേറ്റ് ഇസ് ഷാർപ്ലി ഡിക്ലൈനിങ് എന്നുള്ളതാണ്. എന്നാലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റിൽ വി ഹാവ് ടു സർവൈവ് ഹാർഡ് എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ പോവർട്ടി എലിവേറ്റ് ചെയ്യാനായിട്ട് എന്തെല്ലാം നടപടികളാണ് മാറി മാറി വരുന്ന ഓരോ ഗവൺമെൻറ് അവരുടെ 5-year പ്ലാനിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി ടുഡേയ്സ് ക്ലാസ്, പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ പോവർട്ടി എലിവേഷൻ. ഓക്കെ, അപ്പോൾ ഡെവലപ്ഡ് കൺട്രീസ്, പല കൺട്രീസും ഡെവലപ്ഡ് കൺട്രീസ് സക്സീഡഡ് ഇൻ റിമൂവിങ് പോവർട്ടി ത്രൂ സസ്റ്റെയിൻഡ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. പല ഇന്ന് നമ്മൾ കാണുന്ന പല ഡെവലപ്ഡ് കൺട്രീസും അവരും ഇതേപോലത്തെ ഒരു സിറ്റുവേഷനൊക്കെ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ അവരെങ്ങനെയാണ് അതൊക്കെ അതിജീവിച്ചത്? അവരെങ്ങനെയാണ് പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്തത്? ഓക്കെ, ആ ചെയ്ത മെത്തേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് അതാണ് അവരെ ആ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സോ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? ഓക്കെ, നമ്മുടെ കൺട്രീനെ റിലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും എക്കണോമിക്കൽ ഗ്രോത്തും ഡെവലപ്മെൻറ്റും കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിനാണ് ഓരോ പ്രാവശ്യം ബഡ്ജറ്റിൽ ഞാൻ പറഞ്ഞ പോലെ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിന് അവർ ഏറ്റവും കൂടുതൽ എമൗണ്ട് മാറ്റിവെക്കുന്നത്. ദേ ആർ എൻകറേജിങ് പീപ്പിൾ to bring up the ventures. They are encouraging the youngsters to come up with the startups. They are encouraging the youngsters to come up with the new ideas. And the government is ready to give them the ample support എന്നുള്ളതാണ്. സോ ഇതിനെക്കുറിച്ചിട്ട് ഗവൺമെൻറ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആരാണ് അവരുടെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വെൻ യു ആർ ഇൻ 4th semester you will be learning about a paper entrepreneurship development program. EDP എന്ന് പറയുന്ന നമുക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ്. സോ അതിൽ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് നമുക്ക് തുടങ്ങാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആരൊക്കെയാണ് നമുക്ക് സമീപിക്കേണ്ടത്, എന്തൊക്കെ ഹെൽപ്പുകളാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓൺടർപ്രണേഴ്സിന് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 4th സെമസ്റ്ററിൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇപ്പം നമുക്ക് പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എലിവേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ അവിടെയും വരുന്നത് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് തന്നെയാണ്. ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വരുമ്പോഴാണ് it is economic development ഉണ്ടാവുള്ളൂ, employment opportunities increase ചെയ്യുള്ളൂ. Okay, so India also thought in early years of planning to tackle poverty
ത്രൂ എക്കണോമിക് ഗ്രോത്ത്. നമ്മുടെ ഇന്ത്യയും അത് തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് എക്കണോമിക് ഗ്രോത്തിലൂടെ നമുക്ക് പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാമെന്നുള്ളത്. എക്കണോമിക് ഗ്രോത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്? ഇറ്റ് ജനറേറ്റ് ജോബ്സ് ആൻഡ് ഇൻകം ഫോർ ദി പീപ്പിൾ, അല്ലേ? അപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യുക, ആൾക്കാരെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്ത് അതിലൊക്കെ അവർ ജോലിയിലേക്ക് കയറുക, അല്ലെങ്കിൽ ജോലി സാധ്യതകൾ അവർ അത് ഉപയോഗിക്കുക. അപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കും? ഇൻകം ഉണ്ടായിരിക്കും. സോ ദീസ് ബെനിഫിറ്റ്സ് ഓഫ് ഗ്രോത്ത് ട്രിക്കിൾ ഡൗൺ ടു ദ പുവർ പീപ്പിൾ. അപ്പോൾ ഈ ഒരു ഗ്രോത്ത് ഏതിലേക്ക് പോവും? ഏറ്റവും ലോവർ ലെവലിലുള്ള പോവർട്ടി ലൈനിൽ വരുന്ന ആൾക്കാരിലേക്ക് എത്തും. സോ അവരും പതുക്കെ പതുക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട്, ദാറ്റ് ഈസ് അവർക്കും ഒരു ചെറിയ പ്രോഗ്രസ് വരാനായിട്ട് തുടങ്ങും. കാരണം അവർക്ക് എന്താണ്, അവരുടെ കയ്യിൽ ഇൻകം കിട്ടി തുടങ്ങി, ബിക്കോസ് ദേ ആർ ഹാവിങ് ജോബ് എന്നുള്ളതാണ്. സോ ഈ ഒരു തിയറീനെയാണ് നമ്മൾ പറയുന്നത് ട്രിക്കിൾ ഡൗൺ തിയറി എന്നുള്ളത്. പ്രിക്കിളല്ല പിക്കിളും അല്ല, ട്രിക്കിൾ ഡൗൺ തിയറി. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഇതിൽ 2 തിയറീസ് വരുന്നുണ്ട്. ഒന്ന് അത് 2 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. So these benefits of growth trickle down to the poor people and this is known as trickle down theory. Okay. പക്ഷേ ഇതിൻ്റെ പ്രോഗ്രസ്, നമ്മളിതിന് ഈ ട്രിക്കിൾ ഡൗൺ തിയറീനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോഗ്രസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ലോ പ്രോഗ്രസ് ആണ്. ഓക്കെ, ഒരു ഫാസ്റ്റ് ഗ്രോയിങ് അല്ലെങ്കിൽ ഫാസ്റ്റ് പ്രോഗ്രസ് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കില്ല. വെരി ലോ അല്ലെങ്കിൽ വെരി സ്ലോ പ്രോഗ്രസ് ആണ് നമുക്കിതിൽ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. So this is which has happened in 1950s, 60s, 70s. ആഫ്റ്റർ 80s ആണ് നമുക്ക് മാറ്റങ്ങൾ വരാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ 50s തൊട്ട് 80s വരെയുള്ള കാലഘട്ടത്തിലാണ് വളരെ സ്ലോ പ്രോഗ്രസ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള തിയറി വേണമെന്നുണ്ടെങ്കിൽ ട്രിക്കിൾ ഡൗൺ തിയറി ആയിരിക്കാം. ഓക്കെ, സോ ഒന്നും കൂടിയും പറയാം. ഇന്ത്യ ഓൾസോ തോട്ട് ഇൻ ദ ഏർലി ഇയേഴ്സ് ഓഫ് പ്ലാനിങ് ടു ടാക്കിൾ പോവർട്ടി ത്രൂ എക്കണോമിക് ഗ്രോത്ത്. സോ നമുക്ക് എഴുതേണ്ടത് ട്രിക്കിൾ ഡൗൺ തിയറിക്ക് നമ്മൾ എഴുതേണ്ട ആൻസർ എന്ന് പറയുന്നത് ഇന്ത്യ had a plan about the it is to tackle the poverty through economic growth. So economic growth generates എന്താണ് jobs and income for the people, and those benefits of growth trickle down to the poor people, and this is known as the trickle down theory. Okay, ഇനി വേറൊരു പ്ലാനും കൂടി അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. വി ഇംപ്ലിമെൻറ്റഡ് പോളിസീസ് ലൈക്ക് ലാൻഡ് റിഫോംസ് ആൻഡ് ദെൻ പ്രോഗ്രസീവ് ടാക്സേഷൻ, ടാക്സിംഗ് ഓഫ് ലക്ഷറി കൺസംഷൻ, subsidizing of essential commodities like food grains, free midday meals for school children, etc. പിന്നെയും അവർ കുറച്ച് പോളിസീസും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയ പ്ലാനുകൾ എന്ന് നോക്കാം. സോ ലാൻഡ് റിഫോംസ്, ടാക്സേഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതേപോലെ തന്നെ ലക്ഷറിയസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ലക്ഷറിയസ് കൺസംഷൻ നടക്കുന്ന സമയത്ത് അവിടെ നമ്മൾ അടയ്ക്കേണ്ട ടാക്സസ്, അതായത് ഉള്ളവൻ ഒന്നും കൂടിയും കൊടുക്കട്ടെ എന്നുള്ള രീതി, ഇല്ലാത്തവൻ ഒന്നും കൊടുക്കണ്ട എന്നുള്ള ഒരു രീതി, അങ്ങനെയാണ് അവിടെ കൊണ്ടുവന്നത്. ഉള്ളവൻ കൊടുക്കട്ടെ, ഇല്ലാത്തവൻ ആ ഒരു രീതിയിൽ. അപ്പം നമ്മൾ ടാക്സും നമ്മുടെ ടാക്സ് റേറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്ലാബ് റേറ്റാണ്. സോ പേഴ്സൺസ് ഹു ആർ കമ്മിങ് അണ്ടർ സർട്ടൻ ലിമിറ്റ് അവർ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഒരാൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ജീവിക്കാനായിട്ടുള്ള ഒരു മിനിമം ഒരു ഇൻകം അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ ആ ഇൻകത്തിന് താഴെ വരുന്ന ആൾക്കാർ ഒരു രീതിയിലുള്ള ടാക്സ് അവരെ കയ്യിൽ നിന്ന് നമ്മൾ ഒന്നും തന്നെ കുത്തിപ്പിഴിഞ്ഞ് മേടിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ അത് അവർക്ക് ജീവിക്കാനുള്ളൊരു വകയാണ്. പേഴ്സൺസ് വർ ക്രോസിങ് ദോസ് ലിമിറ്റ്, ആ ഒരു പരിധിനെ മീതെ വരുന്ന ആൾക്കാർക്കാണ് നമ്മൾ ടാക്സബിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതും സ്ലാബ് റേറ്റിലാണ് നമ്മൾ ടാക്സ് കൺസിഡർ ചെയ്യുന്നത്. സോ മോർ യു ഏൺ മോർ യു പേ എന്നുള്ളൊരു രീതിയാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ലക്ഷറിയസ് പ്രോഡക്ട്സ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ വി ഹാവ് ടു പേ മോർ ടാക്സ് എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് തിങ്, ലക്ഷറിയസ് ആയിട്ടുള്ള നമ്മളൊരു വീട് പണിയാണെന്നുണ്ടെങ്കിൽ
ഇഫ് ഇറ്റ് ഗോസ് ബിയോണ്ട് 4000 സ്ക്വയർ ഫീറ്റ്, നമ്മുടെ വീടുകളൊക്കെ 4000 സ്ക്വയർ ഫീറ്റിന് മീതെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും എന്ത് പേ ചെയ്യേണ്ടി വരും? നമുക്ക് ലക്ഷറിയസ് ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, 4000 സ്ക്വയർ ഫീറ്റ് അല്ല, എനിക്ക് തോന്നുന്നു 3500 സ്ക്വയർ ഫീറ്റ് ആണെന്ന് തോന്നുന്നു. എബവ് ദാറ്റ് വരാണെന്നുണ്ടെങ്കിലാണ് ലക്ഷറിയസ് ടാക്സിലേക്ക് വരിക. ലക്ഷറിയസ് ടാക്സ് എന്ന് പറയുമ്പോൾ എവ്രി ഇയർ എ ഹ്യൂജ് എമൗണ്ട് ആണ് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത്. ഓക്കെ, ആൻഡ് ദെൻ സബ്സിഡൈസിങ് ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ്. അതേപോലെ നമുക്ക് സബ്സിഡൈസ്ഡ് റേറ്റിന് നമുക്ക് ആൾക്കാർക്ക് സാധനങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ റേഷൻ ഷോപ്സിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ സാധനങ്ങളും വളരെ സബ്സിഡൈസ്ഡ് റേറ്റിനാണ് നമുക്ക് ലഭിക്കുന്നത്, അല്ലേ? അരി ആയാലും അതല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ആയാലും അല്ലെങ്കിൽ ആട്ട ആയാലും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഓരോ സംഭവങ്ങളും നമ്മൾ കടകളിൽ നമ്മൾ അതിൻ്റെ 2 ഇരട്ടി 3 ഇരട്ടി ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അതിൻ്റെ എന്താ പറയുക, വളരെ ലോവസ്റ്റ് റേറ്റിനാണ് നമുക്ക് അവൈലബിൾ ആകുന്നത്. അപ്പോൾ അതാണ് സബ്സിഡൈസ്ഡ് റേറ്റിന് നമ്മൾ കൊടുക്കുക എന്നുള്ളത്. ആൻഡ് ദെൻ ഫ്രീ മിഡ് ഡേ മീൽസ്. അപ്പോൾ ഉച്ചഭക്ഷണം അല്ലെങ്കിൽ ഉച്ചക്കഞ്ഞി എന്നുള്ളതാണ് സ്കൂളുകളിലും തുടങ്ങിയിട്ടുള്ളത്. സ്കൂൾ ദാറ്റ് ഈസ് ചിൽഡ്രൻ കമ്പാരിറ്റീവ്ലി കുട്ടികളെ നോക്കിയപ്പോൾ കുട്ടികൾക്ക് ലോ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് അവർക്ക് ചെല്ലുന്നത്. സോ ദാറ്റ് ദേ കനോട്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടും ഒരു നല്ലൊരു തലമുറയെ, ആരോഗ്യമുള്ളൊരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഫ്രീ മിഡ് ഡേ മീൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് കുട്ടികൾക്ക് ഗവൺമെൻറ് സ്കൂൾസിൽ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്ന ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിലാണ് അത് നടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് എന്താ പറയുക, ഒരു സാമ്പാറോ അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പല ചെറുപയർ കറി അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറി, അങ്ങനെ ദാറ്റ് ഈസ് ഇവർക്ക് പോഷകമായിട്ടുള്ള ആഹാരമാണ് അവിടെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ വീക്ക്ലി വൺസ് ഒരു എഗ്ഗും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈവനിങ് അവർക്ക് മിൽക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക്. അതേപോലെ തന്നെ ഏത്തപ്പഴം കൊടുക്കാറുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഏതാണോ ദാറ്റ് ഈസ് ഗിവൻ ടു ദി ചിൽഡ്രൻ ഇൻ ദി ഗവൺമെൻറ് സ്കൂൾസ് എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ എയ്ഡഡ് സ്കൂൾസിലും നമ്മളത് കൊടുക്കുന്നുണ്ട്, ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് സ്കൂൾസ്. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ്? നമുക്ക് ദാറ്റ് ഈസ് ഹെൽത്തി ചിൽഡ്രൻ അവരിനെ നമുക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, so these produced some desirable effects but these are also not adequate എന്നുള്ളതാണ്. ഈ ഒരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല, ബെറ്റർ ഓപ്ഷൻസ്, ബെറ്റർ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അതും തികയുന്നില്ല എന്നുള്ളതാണ്, എല്ലായിടത്തേക്കും അതും എത്തുന്നില്ല. So by the end of the third plan, the government decided to implement the pull-up theory. അപ്പം തേർഡ് പ്ലാനിൽ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഇതും നമുക്ക് അത്ര അങ്ങോട്ട് ഒരു വിചാരിച്ചത്ര രീതിയിൽ ഇത് നമുക്ക് എത്തുന്നില്ല, എല്ലായിടത്തേക്കും എത്തുന്നില്ല, ഒരു പ്രശ്നമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു കേരളത്തിലാണ് ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇത്രയും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. I don't know about what is happening in the other states. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പല സ്ഥലങ്ങളിലും ഇതിൻ്റേതായ വേണ്ടപ്പെട്ട രീതിയിൽ പല സ്ഥലങ്ങളിലും എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയപ്പോഴാണ് ഗവൺമെൻറ് എന്ത് ചെയ്തത്? സോ വിൽ ഇൻട്രൊഡ്യൂസ് പുൾ അപ്പ് തിയറി എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ നോക്കിയ തിയറി എന്തായിരുന്നു? ട്രിക്കിൾ ഡൗൺ തിയറി. അതായത് എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരുമ്പോൾ ഇറ്റ് ജനറേറ്റ് ജോബ്സ് ആൻഡ് ദ പീപ്പിൾ വിൽ ഗെറ്റ് ഇൻകംസ് സോ ദാറ്റ് ദേ ക്യാൻ ലീഡ് എ ബെറ്റർ ലൈഫ് എന്നുള്ളതാണ്. ആൻഡ് ദീസ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ദീസ് ബെനിഫിറ്റ്സ് ഓഫ് ഗ്രോത്ത് ട്രിക്കിൾ ഡൗൺ ടു ദി പുവർ പീപ്പിൾ. അങ്ങനെയാണ് ട്രിക്കിൾ ഡൗൺ തിയറി നമുക്ക് വന്നിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് പുള്ളപ്പ് തിയറിയാണ്, അതായത് പവർട്ടി ലെവലിലുള്ള ആൾക്കാരിനെ നമ്മൾ വലിച്ചു മുകളിലോട്ട് ഇടുന്നൊരു സ്റ്റേജ്, ഇറ്റ് ഈസ് അബവ് ദി പവർട്ടി ലൈൻ.
അവരെ ആ പോവർട്ടിയിൽ നിന്ന് നമുക്ക് അവനെ പുൾ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ പുൾ അപ്പ് തിയറി എന്ന് പറയുന്നത്. ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ adopted a three-pronged approach to poverty reduction. ഈ പോവർട്ടി റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു 3-pronged അപ്രോച്ചാണ് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് റിലൈയിങ് ഓൺ ഗ്രോത്ത്, അതായത് ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. സെക്കൻഡ് വൺ ഈസ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആൻഡ് ഇൻകം ത്രൂ ക്രിയേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് വർക്ക്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക ആൻഡ് ഇൻകം ത്രൂ ക്രിയേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് വർക്ക്. ആൻഡ് തേർഡ് വൺ ഈസ് പ്രൊവൈഡിങ് മിനിമം ബേസിക് എമിനിറ്റീസ് ടു ദി പീപ്പിൾ. ഓക്കെ, സോ അങ്ങനെ 3 കാര്യങ്ങളോട് കൂടിയിട്ടാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, റിലൈയിങ് ഓൺ ഗ്രോത്ത്, employment generation and income through creation of assets and work, providing minimum basic amenities to the people. സോ എന്താണ് ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. സോ ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച് വാസ് ബേസ്ഡ് ഓൺ ദി ട്രിക്കിൾ ഡൗൺ തിയറി അല്ലേ. ഈ ഗ്രോത്ത് ഓറിയൻറ്റഡ് നമ്മൾ എവിടെ ഇപ്പോൾ പറഞ്ഞ പോയിൻ്റ് എവിടെയായിരുന്നു? ട്രിക്കിൾ ഡൗൺ തിയറിയിൽ. This was the focus of planning in 1950s and 60s. Unfortunately, the growth rate from 1950 to 1980 was low and population growth rate was high. Consequently, per capita income growth was very slow എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ട്രിക്കിൾ ഡൗൺ തിയറി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് 1950s തൊട്ട് 1980s മുമ്പ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് നമ്മൾ ട്രിക്കിൾ ഡൗൺ തിയറി ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അത് സക്സസ് ആവാതെ പോകാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? ദാറ്റ് ഈസ് നമ്മുടെ ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്കണോമിക് ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് വെരി ലോ ആൻഡ് റാപ്പിഡ്ലി ഇൻക്രീസിങ് റേറ്റ് വാസ് പോപ്പുലേഷൻ റേറ്റ്. ഓക്കെ, നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് വളരെ താഴ്ന്ന ലെവലിലാണ്, പതുക്കെയാണ് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ 4 ഇരട്ടി 5 ഇരട്ടി പോപ്പുലേഷൻ റേറ്റാണ് ഇൻക്രീസ് ചെയ്ത് വന്നത്. സോ അതോട് കൂടിയിട്ട് നമ്മൾ പെർ ക്യാപിറ്റ നമ്മൾ നോക്കുമ്പോൾ വീണ്ടും അഗെയിൻ വി ആർ ഗോയിങ് അറ്റ് എ വെരി സ്ലോ റേറ്റ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ വി ആർ ഗോയിങ് ഡൗൺ ടു ദ ലോ റേറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി തേർഡ് പ്ലാൻ വന്നിട്ടുള്ളത് 1961 തൊട്ട് 66 വരെയ്ക്കാണ്. അപ്പോൾ 1950-60 ആ ഒരു 20 വർഷത്തെ കാലഘട്ടത്തിലാണ് ട്രിക്കിൾ ഡൗൺ തിയറി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. 1961 തൊട്ട് 66 വരയ്ക്കുമാണ് ദ ഫോക്കസ് ഷിഫ്റ്റഡ് ഫ്രം ട്രിക്കിൾ ഡൗൺ ടു പുൾ അപ്പ് തിയറിയിലേക്ക് മാറിയിട്ടുള്ളത്. ദ എയിം വാസ് ടു ജനറേറ്റ് employment and income by creating assets and jobs. The logic of the pull-up theory is that we should not wait to the benefits of growth to trickle down to the poor. Instead, the poor have to be pulled up above the poverty line through special anti-poverty programs. So what the government has decided is they are not at all going to wait for the trickle down progress. ഓക്കെ, ട്രിക്കിൾ ഡൗൺ തിയറി അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണ്, അത് എന്താ പറയുക, അതിൻ്റെ റിസൾട്ട്സിന് വേണ്ടിയിട്ട് ദേ വർ നോട്ട് വെയിറ്റിംഗ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇൻസ്റ്റെഡ് അവരെന്താണ് വിചാരിച്ചത്? പുവർ ഹാവ് ടു ബി പുൾഡ് അപ്പ്. അപ്പോൾ ഇവരുടെ നമ്മൾ താഴത്തെ ലെവലിലേക്ക് ഇവരുടെ ഗ്രോത്തൊക്കെ ഇറങ്ങി ചെന്ന് ഇവർക്ക് ലേറ്റേഴ്സ് എന്താ പറയുക, ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വന്ന് ഇതൊക്കെ എപ്പം മാറാനാണ്? സോ ബെറ്റർ നമ്മൾ എന്ത് ചെയ്യാണ്, ദാറ്റ് ഈസ് നമ്മളെ ഈ ലോവർ ലെവലിലുള്ള പുവർ പീപ്പിളിനെ വി ആർ ഗോയിങ് ടു പുൾ അപ്പ് എന്നുള്ളതാണ്, എബവ് ദി പോവർട്ടി ലൈൻ. സോ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? സ്പെഷ്യൽ ആൻറ്റി പോവർട്ടി പ്രോഗ്രാംസ്, അതാണ് നമ്മൾ ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്.
സോ മെയിൻ എയിം എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യാം, അതേപോലെ തന്നെ അവരുടെ കയ്യിലുള്ള അസറ്റ്സ് യൂസ് ചെയ്തിട്ട് തന്നെ. ഇപ്പോൾ ലാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണോ അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് മൂന്നാമത്തെ കാര്യം വരുന്നത് എന്താണ്, പ്രൊവിഷൻ ഓഫ് മിനിമം ബേസിക് എമനിറ്റീസ് ടു ദ പീപ്പിൾ വാസ് ദ തേർഡ് അപ്രോച്ച് അഡോപ്റ്റഡ് ഫ്രം ദ 5th പ്ലാൻ ഓൺവേർഡ്സ്. അപ്പോൾ 5ാമത്തെ പ്ലാൻ തൊട്ട് അവർ തുടങ്ങിയിട്ടുള്ള കാര്യം എന്തായിരുന്നു എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്കും ബേസിക് ആയിട്ടുള്ള എമനിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ടു ഇംപ്രൂവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദി പബ്ലിക് expenditure in areas like education, health, sanitation, communication, electricity, nutrition, housing and water supply has to be increased. അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള ബേസിക് എമനിറ്റീസ് എന്തൊക്കെയാണോ നമ്മുടെ ഇപ്പോൾ ഈ ഒരു പാൻഡമിക് സമയത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം ഗവൺമെൻറ് ഹാസ് ഇംപ്ലിമെൻറ്റഡ് ബൈ പ്രൊവൈഡിങ് കിറ്റ് എന്നുള്ളതാണ് അല്ലേ. സോ ഈ കിറ്റ് തരുന്നത് എന്തിനാണ്, എന്തുകൊണ്ടാണ് അവർ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? ലോക്ക്ഡൗൺ വന്നു, ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടു. ഗവൺമെൻറ് സെക്യൂർഡ് ജോബ്സിലുള്ളവർ, ഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ ദിവസം തോറും കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, അവരാണ് എണ്ണത്തിൽ കൂടുതലുള്ളത്. സോ എവിടെയും ജോലിയില്ല, എവറിത്തിങ് ഹാസ് ഷട്ട് ഡൗൺ, എല്ലായിടത്തും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, എല്ലാവരും വീട്ടിനകത്തിരിക്കുകയാണ്. അവരുടെ കയ്യിലുള്ള പൈസയ്ക്ക് പതുക്കെ പതുക്കെ അവരെ വീട്ടിലുണ്ടായിരുന്ന സംഭവങ്ങൾ, അവരെ വീട്ടിൽ അവരുടെ പറമ്പിൽ അവർ നട്ട് വളർത്തിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതടക്കം എല്ലാം കഴിഞ്ഞ അവസ്ഥയിലെത്തി. എത്രയോ വീടുകൾ 3 നേരം പോയിട്ട് 1 നേരം പോലും ശരിക്കുള്ള ഒരു ആഹാരം ലഭിക്കാതെ വരുന്ന സിറ്റുവേഷൻസ് പല വീടുകളിലും ഉണ്ടായി തുടങ്ങി. അപ്പോഴാണ് ഗവൺമെൻറ് എന്ത് ചെയ്തത്, ഒരിക്കലും ദേ ഷുഡ് നോട്ട് ലൈ ഡൗൺ ഹംഗ്രി എന്നുള്ളതാണ്. സോ ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ആദ്യം അവർ പ്രൊവൈഡ് ചെയ്ത കിറ്റ്, അതേപോലെ തുടർന്നും അവർ കൊടുക്കുന്ന സാധനങ്ങൾ സ്റ്റാൻഡർഡൈസ്ഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്, ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടുള്ള അഷ്യൂർ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. അങ്ങനെ അതേപോലെ തന്നെ സബ്സിഡൈസ്ഡ് റേറ്റിന് അവർക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ലോക്ക്ഡൗണിൻ്റെ അൺലോക്കിൻ്റെ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയതിന് ശേഷം ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ജനങ്ങളിലും വന്നു തുടങ്ങി. അതേപോലെ തന്നെ നമ്മുടെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന കുടുംബശ്രീ ജോലികൾ, അതേപോലെ നമ്മുടെ ഈ പറമ്പിലുള്ള പണികൾ, ഇതിനൊക്കെ നമ്മൾ കൊടുക്കുന്നു. അവർക്കൊക്കെ നമ്മൾ ഡെയിലി ഓരോ വാർഡ് മെമ്പറും അവരുടെ കൂടെ നിന്ന് അവർക്ക് ഓരോ ദിവസം അസൈൻ ചെയ്യേണ്ട ജോലികൾ ഇതൊക്കെ കൃത്യമായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാം. റോഡും നമ്മുടെ പരിസരവും ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കാനായിട്ട് ഓരോ വാർഡ് മെമ്പേഴ്സും ഒന്ന് മുന്നിട്ട് ഇറങ്ങിയോട് കൂടിയിട്ട് ആ കാര്യങ്ങളൊക്കെ ക്ലീനായി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ കണ്ടു തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങിയപ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എത്ര പേരുടെ വീടുകളിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഇല്ല എന്നുള്ളത്. കാരണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മീൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ടെലിവിഷനാണ് അല്ലേ. എല്ലാവരുടെ വീട്ടിലും ടി വിയെങ്കിലും ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ടെലിവിഷനെ നമ്മളൊരു ഓൺലൈൻ മീഡിയ ആയിട്ട് നമ്മൾ കണ്ടതും അതേപോലെ തന്നെ അതിലൂടെ ക്ലാസ്സസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതും. സോ ഈ ഒരൊറ്റ കുട്ടി പോലും ക്ലാസ് കിട്ടാതെ പോകരുത്. സോ അതിനാവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ്, അവർക്ക് എന്ത് വേണം, അവർക്ക് വേണ്ടത് ഇലക്ട്രിസിറ്റി. അപ്പോൾ എത്രയോ വീടുകളിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല, ഒരൊറ്റ ദിവസം കൊണ്ട് ഓരോ വീടുകളിലേക്കും ഇലക്ട്രിസിറ്റി എത്തിച്ചു എന്നുള്ളതാണ്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അവർക്ക് എത്തിച്ചു എന്നുള്ളതാണ്. പൾസസ്, ഗ്രെയിൻസ്, റൈസ്,
എന്നുള്ള രീതിയിൽ. പിന്നെ ഓരോ എന്താ പറയുക, നമ്മുടെ ഫെസ്റ്റിവൽ സീസണിലും ഓരോ സെലിബ്രേഷൻസിനും ഓരോ സംഭവങ്ങളുണ്ടാകുമ്പോഴും അവർക്ക് അവരുടേതായ രീതിയിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ടുള്ള സാധനങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തു എന്നുള്ളതാണ്. അതേപോലെ തന്നെ വാട്ടർ സപ്ലൈ, ഹൗസിങ്, ഒരു വീട് പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ബേസിക്കായിട്ടുള്ള പല കാര്യങ്ങളും മീഡിയാസ് വെളിച്ചത്ത് കൊണ്ടുവരുന്നുണ്ട്. എത്രയോ കുട്ടികൾ അല്ലെങ്കിൽ എത്രയോ ഫാമിലികൾ ചെറിയ ഒരു പോളിത്തീൻ ഷീറ്റിനകത്ത് ഒതുങ്ങുന്ന എത്രയോ പേരുണ്ട്. ഒരു ടാർപ്പായ്ക്കുള്ളിൽ ഒരു വീട് സെറ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് മേലും കീഴും നോക്കാനില്ല, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. സോ ഇതൊക്കെ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ പ്രസ് മീഡിയാസാണ്. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ ഇത് നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓൺ ദ സ്പോട്ട് എടുക്കേണ്ട തീരുമാനങ്ങൾ അല്ലെങ്കിൽ എടുക്കേണ്ട നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് അവരിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് മാറി മാറി വരുന്ന ഓരോ ഗവൺമെൻറ്റും അവരെ ശ്രദ്ധയിലേക്ക് നമ്മൾ പെടുത്തുമ്പോൾ അവരതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയും അപ്പോൾ ഇങ്ങനെ ലെറ്റേഴ്സ് എന്താ പറയുക, ആവശ്യമായിട്ടുള്ള നിർബന്ധമായിട്ട് കുട്ടികൾക്ക് നമുക്ക് കൊടുക്കേണ്ട ഒന്നാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ഇപ്പം നമുക്ക് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വരും വർഷങ്ങളിലും നമുക്ക് ആ ഒരു പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്യുക. അത് വളരെ ഉപകാരമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ SSLC എന്ന് പറയുന്ന സംഭവം അതിൻ്റെ ഇമ്പോർട്ടൻസ് തന്നെ മാറ്റിക്കളഞ്ഞു. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ബേസിക് എഡ്യൂക്കേഷൻ. അപ്പോൾ കുറച്ചും കൂടി ഗ്രേഡ് നമ്മൾ ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ്. സോ ആഫ്റ്റർ ദാറ്റ് വെൻ യു ആർ ഗോയിങ് ഫോർ ദി ഹയർ സ്റ്റഡീസ്, 3-year ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ബീൻ ചേഞ്ച് ടു 4-year പാറ്റേൺ ആണ്. സോ ഫസ്റ്റ് ഇയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് ദ ഡിപ്ലോമ കോഴ്സ്. സോ എവറിത്തിങ് ഈസ് ടെക്നിക്കലി ആഡഡ് എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്കില്ലോട് കൂടിയിട്ടാണ് കുട്ടികൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹെൽത്ത് ആയാലും അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയാലും സാനിറ്റേഷൻ, നമ്മുടെ പരിസരം നമ്മൾ വൃത്തിയാക്കി വയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാം. ആൻഡ് ദെൻ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ആൻഡ് ഓൾസോ കമ്മ്യൂണിക്കേഷൻ ആക്ടിവിറ്റീസ്, ഈ കാര്യങ്ങളും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നെറ്റ്വർക്ക് ഇന്ന് എല്ലായിടത്തേക്കും അവരെത്തിച്ചു കഴിഞ്ഞു. ഓക്കെ, മൊബൈൽ നെറ്റ്വർക്ക്. കാരണം നമ്മൾ ക്ലാസ് നമ്മുടെ വിക്ടേഴ്സ് ചാനലിൽ നമ്മൾ കാണുകയും അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ റെലവൻറ്റ് ടീച്ചേഴ്സായിട്ട് നമ്മൾ ഇൻ കോൺടാക്റ്റിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺസും അവൈലബിൾ ആക്കണം. സോ അതിന് നെറ്റ്വർക്കും കവറേജും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആ കാര്യങ്ങളും അവിടെ വളരെ കൃത്യമായിട്ട് ഓരോരുത്തരും ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ന്യൂട്രീഷൻ, ഹൗസിംഗ് ആൻഡ് വാട്ടർ സപ്ലൈ ഹാസ് ടു ബി ഇൻക്രീസ്ഡ് എന്നുള്ളതാണ്. And then policies and programs for poverty elevation are classified into 3 categories. എന്തൊക്കെയാണ് നോക്കാം. സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ്, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ്, സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ്. ഇതിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമിൽ എന്താണെന്നുള്ളത് നോക്കാം. അവിടെ വരുന്നത് കുറച്ച് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസിനെ കുറിച്ചിട്ടാണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ഓരോ ഗവൺമെൻറ്റും എന്തൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ അതിൽ വരുന്നത് സ്വർണ്ണ ജയന്തി ഗ്രാം സ്വർ റോസ്ഗർ യോജന SGSY എന്നുള്ളതാണ്. മൈനർ ചേഞ്ചസ് were brought in the IRDP introduced in October 1980 and the revised program is called Swarna Jayanti Gram Swarozgar Yojana എന്നുള്ളതാണ്. That is, this program assisted families below the poverty line to find self-employment. അപ്പോൾ ബിലോ പോവർട്ടി ലൈനിൽ വരുന്ന ആൾക്കാർക്ക് ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് അതിനുള്ള ഒരു മാർഗമായിട്ടാണ് SGSY ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. Assistance was given to individuals and families. Since this program led to leakages and corruption, its focus was changed.
ഏതൊരു കാര്യം നമ്മുടെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താലും വിത്തിൻ നോ ടൈം ഇറ്റ് ഈസ് ഗെറ്റിംഗ് കറപ്റ്റഡ്. സോ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. നമ്മൾ ഉദ്ദേശിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? ദറ്റ് ഈസ് പീപ്പിൾ കമ്മിങ് ബിലോ അണ്ടർ ദി പീപ്പിൾ ഫാളിങ് അണ്ടർ ദി പോവർട്ടി ലൈൻ എന്നുള്ളതാണ്. സോ അവരിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിച്ചത്. പക്ഷേ അതിലും കറപ്ഷൻ തന്നെയാണ് വന്നത്. അപ്പോൾ കറപ്ഷൻ വന്നതോട് കൂടിയിട്ട് അതിൻ്റെ ഫോക്കസ് തന്നെ മാറി എന്നുള്ളതാണ്. So now the beneficiaries are encouraged to form self-help groups. Initially, self-help groups are encouraged to save money and lend among themselves. ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ വരുന്നത് നമ്മൾ തന്നെ മണി സേവ് ചെയ്യുക, അതേപോലെ ആവശ്യക്കാർക്ക് നമുക്കത് കൊടുക്കാം, പലിശയ്ക്ക് കൊടുക്കാം എന്നുള്ളതാണ്. Later, financial assistance is provided to സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ത്രൂ ബാങ്ക്സ്. പിന്നീട് അവർക്ക് ബാങ്കുകളിൽ നിന്ന് ഇതേപോലെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ നമ്മുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർക്ക് ഡിസൈഡ് ചെയ്യാം ആർക്കാണ് ലോൺ കൊടുക്കേണ്ടത്. അതിന് അസിസ്റ്റ് ചെയ്യാനായിട്ട് ആരുണ്ട്? ബാങ്കുകളുണ്ട്. ഇനീഷ്യലി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് തന്നെയാണ് സേവ് ചെയ്തതും ആൾക്കാർക്ക് പൈസ ആവശ്യമുള്ള സമയത്ത് നമ്മൾ പലിശയ്ക്ക് നമ്മൾ കൊടുത്തിരുന്നതും. പക്ഷേ പിന്നീട് അവരിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ബാങ്കുകളുണ്ട്. പക്ഷേ ഈ ഗ്രൂപ്പിന് ഡിസൈഡ് ചെയ്യാം ആർക്ക് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഗവൺമെൻറ് ഫസ്റ്റ് കോൺസെൻട്രേറ്റഡ് ഓൺ ക്രിയേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. SGSY was the most important self-employment program for poverty alleviation. It was started on April 1st, 1999 എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇപ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ മാറി നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാക്കി, NULM. It was also started for the urban poor. അപ്പോൾ റൂറൽ ഏരിയ മാത്രമല്ല urban ഏരിയാസിലുള്ള പുവർ പീപ്പിളിനും നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ റോസ്ഗർ യോജന ആണ്, PMRY. ഇറ്റ് ഫോക്കസസ് ഓൺ ദി എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്ഡ്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അൺഎംപ്ലോയ്ഡ് പീപ്പിൾ അവരിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ കാര്യം ഈ ഒരു പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അണ്ടർ ദ PMRY, എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്ഡ് പേഴ്സൺസ് ഫ്രം ലോ ഇൻകം ഫാമിലീസ് ആർ ഗിവൻ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. സോ ലോ ഇൻകം ഫാമിലീസിലുള്ള ആൾക്കാർക്ക് പുതിയ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് PMRY രംഗത്തേക്ക് വന്നിട്ടുള്ളത്, പ്രൈം മിനിസ്റ്റർ റോസ്ഗർ യോജന എന്ന് പറയുന്നത്. ആൻഡ് ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം, ഇറ്റ് ഈസ് REGP. This program aims at creating self-employment opportunities in rural areas and small towns. ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, KVIC നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. This is being implemented by the Khadi and Village Industries Commission. അപ്പോൾ KVIC നിങ്ങൾക്കല്ല, നമ്മുടെ EDPയിൽ വരുന്ന കാര്യമാണ്. KVIC നമ്മുടെ എന്താ പറയുക, വില്ലേജ് ഇൻഡസ്ട്രീസാണ് ഇത്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണ് ഇത് നടത്തുന്നത്. ഇത് ആർക്കൊക്കെ വേണ്ടി റൂറൽ ഏരിയാസിലും അതേപോലെ തന്നെ അതിന് ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറിയ ചെറിയ ടൗണുകളുണ്ട്. അപ്പോൾ അതിലുള്ള കോട്ടേജ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഖാദി ഇൻഡസ്ട്രീസ് ഇതിനെയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അൺഎംപ്ലോയ്ഡ് പേഴ്സൺസ് ആർ എലിജിബിൾ ടു ഗെറ്റ് ബാങ്ക് ലോൺസ് ടു സെറ്റപ്പ് സ്മോൾ ഇൻഡസ്ട്രീസ്. നമ്മൾ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള പേഴ്സൺസാണ്, അവർക്ക് അസറ്റ്സ് ഇല്ല, ലാൻഡ് ഇല്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് നമ്മൾ ബാങ്കുകളൊന്നും ഷ്യൂരിറ്റി കൊടുക്കില്ല. സോ ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ദെയർ ബിസിനസ് പ്ലാൻ അനുസരിച്ച് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ലോണുകൾ, ഒരു ചെറിയ ഒരു ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ലോണുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ദെൻ സ്വർണ്ണ ജയന്തി ഷഹരി റോസ്ഗർ യോജന, SJSRY is both a self-employment and wage employment program ആണ്. അപ്പോൾ ഇത് ഫോക്കസ് ചെയ്യുന്നത് അർബൻ ഏരിയയിലാണ്. ആൻഡ് ദെൻ ജവഹർ റോസ്ഗർ യോജന,
ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ് ടു ദി അൺഎംപ്ലോയിഡ് ഇൻ റൂറൽ ഏരിയാസ്. അപ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് ചെയ്യാം. നെഹ്റു റോസ്ഗർ യോജന. NRY is the urban counterpart of JRY. It aims to provide gainful തന്നെയാണ് employment for the unemployed in urban areas. And then National Rural Employment Guarantee Program. In 2005, the Indian Parliament passed the National Rural Employment Guarantee Act. ഈ ആക്ടിൽ എന്താ വന്നിട്ടുള്ളത്? ഇറ്റ് guaranteed wage employment to those who are ready to work. Employment is guaranteed for 100 days a year at the minimum wage rate. അതായത് മിനിമം വേജസ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. മിനിമം 100 days വർക്കിങ്ങിലും അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയിട്ടുള്ളതാണ്. ആൻഡ് ദെൻ ഇസ് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ആൻഡ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജന ആർ അതർ ഇമ്പോർട്ടൻറ്റ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള അതർ സ്കീമുകളാണ് NFWPയും SGRY എന്ന് പറയുന്നതും. ഓക്കെ, ഇനി രണ്ടാമത് അവർ കൊണ്ടുവന്നതാണ് ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ്. സോ ഇതിൽ എന്തൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. Even with expanded employment opportunities, the poor could not meet their basic minimum requirements. എത്രയ്ക്കോ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ പോലും അപ്പോഴും മിനിമം റിക്വയർമെൻറ്റ്സ് പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ്. സോ 5th പ്ലാൻ ഓൺവേർഡ്സ് ആണ് നമ്മൾ മിനിമം ആയിട്ട്, ദാറ്റ് ഈസ് എന്താ പറയുക, സോഷ്യൽ കൺസംഷന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് അവർക്ക് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ദ പുവർ ആർ ഗിവൻ അറ്റ്ലീസ്റ്റ് certain minimum standards by social consumption and investment in the form of essential food grains, education, health, nutrition, drinking water, housing, communication and electricity. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ടു പ്രൊവൈഡ് ഫുഡ് സെക്യൂരിറ്റി. ഫോളോയിങ് പ്രോഗ്രാംസ് ആർ ബീങ് ഇംപ്ലിമെൻറ്റഡ്. എന്തൊക്കെയായിരുന്നു നോക്കാം. ഒന്ന് PDS, ദറ്റ് ഈസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. Food grains are distributed at subsidized rates through ration shops. അപ്പോൾ നാട് നീളെ റേഷൻ ഷോപ്പുകൾ ഡെവലപ്പ് ചെയ്യുക. റേഷൻ ഷോപ്പ് വഴി ഗവൺമെൻറ് ഫുഡ് ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ സബ്സിഡൈസ്ഡ് റേറ്റിന് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ ഈസ് ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീംസ്. Under this, mother and children below 6 are given food assistance. അമ്മയ്ക്കും കുഞ്ഞിനും, ദാറ്റ് ഈസ് 6 വയസ്സിന് താഴെയുള്ള കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഫുഡ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് മിഡ് ഡേ മീൽസ് അറ്റ് സ്കൂൾസ്. അപ്പോൾ കുട്ടികൾക്ക് കുക്ക് ചെയ്തിട്ടുള്ള ഉച്ചഭക്ഷണം സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. Annapurna scheme. This scheme covers poor senior citizens not getting old age pension. അപ്പോൾ ഓൾഡ് ഏജ് പെൻഷൻ ലഭിക്കാത്ത സീനിയർ സിറ്റിസൻസിന് കൊടുക്കുന്ന ഫുഡ് സ്കീമാണ്. ദാറ്റ് ഈസ് പുവർ senior citizens are given 10 kilograms of food grains free of cost under this scheme. So senior citizen, that is after the age of 60 years കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് 10 കിലോ അരി നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് പെൻഷൻ ലഭിക്കാത്ത ആൾക്കാർക്ക്. ചിലർ ഗവൺമെൻറ് എംപ്ലോയീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി ഗെറ്റിംഗ് പെൻഷൻ. സോ അവർക്കല്ല, പെൻഷൻ ഇല്ലാത്ത സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള പുവർ പീപ്പിളിന് വി ആർ പ്രൊവൈഡിങ്, ദ ഗവൺമെൻറ് ഈസ് പ്രൊവൈഡിങ് 10 kg ഓഫ് റൈസ് വിത്തൗട്ട് എനി പ്രൈസ്. ഓക്കെ, ആൻഡ് ദെൻ അതിനെയാണ് നമ്മൾ അന്നപൂർണ സ്കീം എന്ന് പറയുന്നത്. ആൻഡ് അന്ത്യോദയ അന്ന യോജന, ദറ്റ് ഈസ് ടാർഗറ്റ്സ് വെരി പുവർ ഫാമിലീസ് ആണ്. ഫുഡ് ഗ്രെയിൻസ് ആർ ഗിവൻ അറ്റ് ഹൈലി സബ്സിഡൈസ്ഡ് റേറ്റ്സ് അണ്ടർ ദ സ്കീം. സോ ഇതിൽ നമ്മൾ വളരെ പുവറായിട്ടുള്ള ആൾക്കാരിനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അവർക്ക് 1 rupee or 2 rupees, ദറ്റ് ഈസ് വളരെ മിനിമൽ റേറ്റിനാണ് നമ്മൾ അവർക്ക് സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻകം ഉള്ള ആൾക്കാർക്ക് നമ്മൾ 10 to 11 rupees അല്ലെങ്കിൽ അതിന് മീതെ നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ, തീരെ ഇല്ലാത്ത ആൾക്കാർക്ക് ബൈ പ്രൊവൈഡിങ് 1 rupee or 2 rupee ദേ ആർ ഗെറ്റിംഗ് ആമ്പിൾ എമൗണ്ട് ഓഫ് റൈസ് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അല്ലെങ്കിൽ വളരെ വളരെ സബ്സിഡൈസ്ഡ് റേറ്റിനാണ് നമ്മൾ അവർക്കുള്ള ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നത്, ഭക്ഷണ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രോഗ്രാംസ് ലൈക്ക് പ്രധാൻ മന്ത്രി ഗ്രാം സദക് യോജന,
പ്രധാൻ മന്ത്രി ഗ്രാം യോജന യോജന, വാൽമീകി അംബേദ്കർ ആവാസ് യോജന were also implemented to provide nutritious food for the people of India. അപ്പോൾ ഇവർക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇവർ അതർ സ്കീംസും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ് ആണ് മൂന്നാമത്തേതായിട്ട് പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് എലിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മൂന്നാമത്തെ പ്രോഗ്രാം ആം ആദ്മി ബീമ യോജന. That is, it gives insurance protection to the workmen employed in informal occupations. നമ്മൾ ഓർഗനൈസ്ഡ് സെക്ടർ അല്ല അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷനിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവനും ഉള്ള പ്രൊട്ടക്ഷൻ അതാണ് ആം ആദ്മി ബീമ യോജന പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഗിവ്സ് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ആണ് ആർക്ക് ടു ദ വർക്ക്മെൻ എംപ്ലോയ്ഡ് ഇൻ ദി ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇനി മറ്റൊന്ന് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമാണ്. ഇറ്റ് ഗിവ്സ് ₹500 to each member aged 65 and above belonging to BPL family, that is below poverty ലൈനിലുള്ള ഫാമിലീസിലെ ആരെങ്കിലും 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ₹500 ആണ് നമ്മൾ പെൻഷൻ സ്കീമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ദിസ് പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ് ഇൻ 2007 അണ്ടർ ദി മിനിസ്ട്രി ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് ഈസ് രാഷ്ട്രീയ സ്വസ്തിക ബീമ യോജന. ദറ്റ് ഈസ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ആർക്കാണെന്നുണ്ടെങ്കിൽ ബിലോ പോവർട്ടി ലൈനിൽ വരുന്ന സെക്ടറിലുള്ള ആൾക്കാർക്കാണ്. ഇത് 2008 തുടങ്ങിയിട്ടുള്ളത്. നാഷണൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം എന്നാണ് നമ്മളിതിനെ പറയുന്നത്. അടൽ പെൻഷൻ യോജന. ദിസ് പ്രോഗ്രാം വാസ് ഇൻറ്റൻഡഡ് ടു പ്രൊവൈഡ് പെൻഷൻ ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ ഫോർ ദി ഏജ് ഗ്രൂപ്പ് ഓഫ് 18 to 40. പിന്നെ വരുന്നത് ജനശ്രീ ബീമ യോജന, ഇൻഷുറൻസ് പ്രോഗ്രാം പ്രൊവൈഡിങ് ഇൻഷുറൻസ് കവർ ഫോർ BPL families. Pradhan Mantri Jeevan Jyoti Bima Yojana. This is a life insurance program with a very low cost. 2 lakh life coverage ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അണ്ടർ ദി സ്കീം. ഒരു വർഷം അവർ അടയ്ക്കേണ്ട പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് 330 എന്നുള്ളതാണ്. Persons with bank accounts in the age group 18 to 50 are eligible. സോ അവർക്ക് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുമുള്ള ആൾക്കാർ ഈ ഒരു സ്കീമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ വർഷവും ₹330 അവർക്ക് അടയ്ക്കാവുന്നതാണ്. അവരുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്ന എമൗണ്ട് 2 lakhs ആയിരിക്കും. ആൻഡ് ദെൻ പ്രധാൻ മന്ത്രി സുരക്ഷ ബീമ യോജന. ഈ സ്കീം പ്രൊവൈഡ് ചെയ്യുന്ന ആക്സിഡൻറ്റൽ ഡെത്ത് കം ഡിസബിലിറ്റി കവർ ഓഫ് ₹2 lakh for a premium of only ₹12 a year. ഇത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റൽ ഡെത്ത് അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതിനെ റിലേറ്റ് ചെയ്ത് ഡിസബിലിറ്റി സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 2 lakhs. ഇതിൻ്റെ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് ₹12 മാത്രമാണ്. ഇതൊരുവിധം ആൾക്കാർക്കൊക്കെ നമ്മൾ ഇത് പറഞ്ഞ് ബാങ്കുകളിലൊക്കെ ഇത് നമ്മുടെ അക്കൗണ്ട് ഉള്ളവർക്കൊക്കെ ₹12 അവർ കവർ എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അവർ എന്നിട്ട് എന്തെങ്കിലും ആക്സിഡൻറ്റൽ ഡെത്ത് അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഫ് ഇറ്റ് ലീഡ്സ് ടു എനി ഡിസബിലിറ്റി ഓൾസോ ദേ വിൽ പ്രൊവൈഡ്. ഓക്കെ. ആൻഡ് ദെൻ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. ഇത് എന്തിനുള്ളതാണ്? ഗിവ്സ് പെൻഷൻ ടു ദി എൽഡർലി പുവർ ഹു ഡു നോട്ട് ഹാവ് എനി വൺ ടു ലുക്ക് ആഫ്റ്റർ ദെം. വിഡോസ് ആൻഡ് പുവർ വിമൻ ആർ ഓൾസോ കവേർഡ് ബൈ ദി സ്കീം. സോ ഇതിലെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കീം അനുസരിച്ച് ആരും നോക്കാനില്ലാത്ത എൽഡർലി പുവർ പീപ്പിൾ, സോ പ്രായമായിട്ട് മക്കളോ അല്ലെങ്കിൽ മക്കളില്ലാത്തവരോ അപ്പോൾ അവരെ നോക്കാൻ ആരുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കും അതേപോലെ തന്നെ വിധവകളായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പുവറായിട്ടുള്ള സ്ത്രീകൾക്കും കൊടുക്കുന്നൊരു സംരക്ഷണമാണ്, അതിലൂടെ കൊടുക്കുന്ന ഒരു പെൻഷൻ സ്കീമാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. ഇതും വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ നടന്നു പോകുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പരിസരത്തൊക്കെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ. സോ പോവേർട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരുന്നുകൊണ്ട് കാര്യമില്ല. പോവേർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ വളർച്ചന് ഏറ്റവും കൂടുതൽ തടസ്സമായിട്ടുള്ളത് പോവേർട്ടി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? വി ഹാവ് ടു ടേക്ക് ദി നെസസറി സ്റ്റെപ്സ്
ടു ഇറാഡിക്കേറ്റ് ഓർ ടു എലിവേറ്റ് ദിസ് പോവേർട്ടി എന്നുള്ളതാണ്. സോ അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കഷൻ ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമ്മുടെ സെമിനാറൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അസൈൻമെൻറ്റ്സ് എന്നുള്ള രൂപത്തിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാം. സെമിനാർ ഇപ്പോൾ സുധ മിസ്സാണല്ലോ ഹാൻഡിൽ ചെയ്യുന്നത്, അപ്പോൾ മിസ്സിൻ്റെ രീതിയിൽ ഹാൻഡിൽ ചെയ്യട്ടെ. നമുക്ക് അസൈൻമെൻറ്റ്സിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു മാറ്റമൊക്കെ കൊണ്ടുവരാൻ ഒരു ആഗ്രഹമുണ്ട്. നോക്കാം വെദർ ഇഫ് ഇറ്റ് ഗോസ് വെരി സക്സസ്ഫുൾ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കൾ ചോദിക്കാം. നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഓരോന്നിനും അതിൻ്റേതായ റീസൺസ് ഉണ്ട്. അതൊക്കെയാണ് ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഗവൺമെൻറ് കൊടുക്കുന്ന സാധനങ്ങൾ എപ്പോഴും നല്ലതായിരിക്കും ജനങ്ങൾക്ക്. പക്ഷേ അതിന് ഇടയിൽ വരുന്ന ചില ആൾക്കാരാണ് അവരത് കറപ്റ്റഡ് ആക്കുന്നത്. സോ കറപ്ഷൻ ഇല്ലാത്ത ഒരു നാടായിട്ട് മാറുമ്പം നമ്മുടെ പോവേർട്ടിയും ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാ ആൾക്കാർക്കും എല്ലാ സാധനങ്ങളും ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓക്കെ, താങ്ക് യു.